കണക്കുണ്ട് ഗൈസ്. ഞാൻ എക്സൈറ്റ്മെൻ്റ് ഉണ്ട് ഇന്നലെ ഒരു പോലെ കണ്ണപ്പോൾ കാണിച്ചില്ല ഗൈസ്. അപ്പം നമുക്ക് വഴിയെ കാണാം. നമ്മുടെ കണ്ണൂരിന്റെ സ്വന്തം നവ്യ. എടുത്ത് അങ്ങോട്ട് നാളെ എന്താ പരിപാടി? കേട്ടിട്ട് ഒരാഴ്ച മുമ്പേ കെട്ട് പൊട്ടിച്ച് ആലപ്പുഴയിൽ എത്തിയിരിക്കുകയാണ്. കുറച്ച് കഴിയുമ്പോ ബംഗാളി ഗായ്സ് നമുക്കുള്ള ട്രാവലറാണ്. ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അനദർ വ്ളോഗ് ഓഫ് ജസ്റ്റ് അശ്വ തിങ്സ്. അപ്പം നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ പാക്ക് ചെയ്യുന്ന വീഡിയോ ആണ് നിങ്ങളെ കാണുന്നത്. തകൃതിയായിട്ടുള്ള പാക്കിംഗ് ആണ് കാണുന്നത്. സോ എങ്ങോട്ടാണ് എന്താണെന്നൊക്കെ നമുക്ക് വഴിയെ കാണാം. അപ്പോൾ ഞാൻ ഓൾറെഡി പാക്ക് ചെയ്തതായിരുന്നു. പിന്നെ രാവിലെ ആയപ്പോഴത്തേക്കാണ് എന്തോ മിസ്സിങ് ആണെന്ന് മനസ്സിലായിട്ട് വീണ്ടും സംഭവം കുത്തിപ്പൊക്കി വീണ്ടും തള്ളിക്കയറ്റുകയാണ് ഗൈസ്. അപ്പോൾ എല്ലാം ഉണ്ടോയെന്ന് ഞാൻ ചെക്ക് ചെയ്യാണ്. ഈ ഒരു ബാഗും വേറൊരു ഹാൻഡ് ബാഗും ആണ് ഞാൻ കൊണ്ടുപോകുന്നത്. കാരണം നമുക്ക് വലിയ ലഗേജ് ഇല്ല, അതുപോലെ 2 ഡേയ്സേ ഉള്ളൂ. സോ ഇതിനാവശ്യമുള്ളൂ. അങ്ങനെ ഞാൻ ഫുഡൊക്കെ കഴിച്ചു ഗൈസ്. അപ്പം ഞാൻ ഒരു ട്രിപ്പ് പോകാൻ പോവാണ്. എങ്ങോട്ടാണെന്ന് നമുക്ക് പതിയെ പറയാം. അപ്പോൾ ഞാൻ എനിക്ക് കണ്ട് ഗൈസ്, ഞാൻ എക്സൈറ്റ്മെൻ്റ് ഉണ്ട് ഇന്നലെ ഒരു പോലെ കണ്ടപ്പോൾ മനസ്സിൽ ഗൈസ്. അപ്പം നമുക്ക് വഴിയെ കാണാം. ബൈ. അപ്പോൾ ടൈം ഇപ്പോൾ ഒരു 5:30 കഴിഞ്ഞിട്ടുണ്ട് സുഹൃത്തുക്കളെ. നേരം പരപരാ വെളുത്തിരിക്കുന്നു. അപ്പം ഞാനിപ്പോൾ വോയിസ് ഓവർ ചെയ്യുമ്പോൾ ഒരു മഴയുണ്ട് ഇവിടെ, അതിൻ്റെ കുറച്ച് ഡിസ്ട്രാക്ഷൻസ് കേൾക്കാം. സോ സോറി. കണ്ടോ, നേരം നല്ല വെളുപ്പിനയുടെ ആ ഒരു സമയം. ഇതന്നെ ഭയങ്കര പരപരാ വെളുക്കുന്ന ഒരു അപ്പൂപ്പ് നടന്നു പോകുന്നുണ്ട് ഗായ്സ്. എല്ലാവരും നടക്കുന്നതൊക്കെ ഒരു ടൈമാണ്. അപ്പോൾ നമ്മൾ എവിടെ പോകുന്നു? നമ്മൾ ട്രിപ്പ് പോവാണ് സുഹൃത്തുക്കളെ. എങ്ങോട്ടാണെന്നല്ലേ അത് ഞാൻ പറയാം. സസ്പെൻസാണ്, വലിയ സസ്പെൻസ് ഒന്നുമില്ല എങ്കിലും ഞാൻ പറയാം. വെയിറ്റ്. സോ നമുക്ക് ട്രെയിനിലാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ എൻ്റെ കോളേജ് കണ്ടപ്പോൾ ഞാൻ വീഡിയോ എടുത്താണ്. നമ്മുടെ കോളേജ് കാണുമ്പോൾ നമുക്ക് എപ്പോഴും ഒരു വികാരമാണല്ലോ. സോ അങ്ങനെ ഫൈനലി ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. നമ്മൾ ട്രെയിനാണ് പോകുന്നത്. ഏറനാട് എക്സ്പ്രസ്സിനാണ് പോകുന്നത്. സമയം 6:30 കാണിക്കുന്നത്. പക്ഷേ ഒരിക്കലും നേരത്തെ വരാത്തത് കൊണ്ടും നമ്മൾ നേരത്തെ വന്നു ഗൈസ്. അപ്പോൾ നമ്മുടെ ഗ്യാങ്ങിനെ നമ്മൾ കാണുവാണ് ഗൈസ്. വീണ്ടും വരുന്നു. ഇതാണ് നമ്മുടെ സുഹൃത്തുക്കൾ. ഇവരായിട്ടാണ് നമ്മൾ ട്രിപ്പ് പോകാൻ പോകുന്നത്. ഈ വാപൊത്തിരിക്കുന്നവരാണ് ആനന്ദ്. ഹായ്. ആ വീഡിയോ എടുക്കുന്നതാണ് യൂട്യൂബർ നീരജ അർനായർ. അവളുടെ പേരാണ് വണ്ടർലാൻഡ് ആൻഡ് ഡൈൻ. അതാണ് അവൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇതാണ് ഗൈസ് കരുനാപ്പള്ളി അൽസ. ഇത് നമ്മുടെ ഡാനിഷ് സ്റ്റേസിന്റെ സ്വന്തം അനിയത്തി. അങ്ങനെ ഞങ്ങൾ ഫൈനലി ഇവരെ മെറ്റ് ചെയ്തിരിക്കുകയാണ് ഗൈസ്. ഇതാണ് ഗൈസ് നമ്മുടെ കരുനാപ്പള്ളി സ്വന്തം അൽസ. അപ്പോൾ ഇതാണ് നമ്മുടെ PG ഗ്യാങ്. അപ്പോൾ നിങ്ങളിപ്പോൾ ഈ കാണുന്നത് നമ്മൾ അൽസേനെ ട്രോൾ എന്നതാണ് കരുനാഗപ്പള്ളിയുടെ സ്വന്തം അൽസേനെ നമ്മൾ ട്രോളാണ് ഗൈസ്. അപ്പോൾ PGയിൽ ഇനിയും കുറച്ചുകൂടെ ആൾക്കാരുണ്ട്, പക്ഷേ ആർക്കും വരാൻ പറ്റിയിട്ടില്ല. അപ്പോൾ നമ്മൾ ഇത്രയും പേരോടാണ് ട്രിപ്പ് പോകുന്നത്. അപ്പോൾ ട്രിപ്പ് പോകുന്നത് എങ്ങോട്ടാണെന്നല്ലേ, നമ്മുടെ സ്വന്തം നവ്വീച്ചയുടെ നാട്ടിലോട്ടാണ് നമ്മൾ ട്രിപ്പ് പോകുന്നത്. നവ്വീച്ചയുടെ ബ്രദറിൻ്റെ മാരേജ് ഫംഗ്ഷന് വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. സ്ഥലം ഇതാണെന്ന് നമുക്ക് വഴിയെ കാണാം. അപ്പോൾ നവ്യേച്ചി എന്നാന്ന് വിളിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നവ്യേനെ നമ്മൾ സ്നേഹം കൊണ്ട് നവ്യേച്ചി എന്നാണ് വിളിക്കുന്നത്. നവ്യ ചേച്ചിയെല്ലാം നമ്മുടെ ഫ്രണ്ട് തന്നെയാണ്. അപ്പോൾ നമ്മൾ ആലപ്പുഴയിൽ നിന്ന് വിട്ടിട്ടുണ്ട് ഗൈസ്. നമ്മൾ ഓൾറെഡി കിടന്നിരുന്നത് 2nd പ്ലാറ്റ്ഫോമിലായിരുന്നു. അവിടെ ആയിരുന്നു ഇരുന്നത്, അതാണ് കാണിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ പെട്ടെന്ന് 3rd പ്ലാറ്റ്ഫോം ആക്കി. അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് ഓടിപ്പോയി സീറ്റിരിക്കുമായിരുന്നു. നമ്മൾ ഓൾറെഡി റിസർവ് ചെയ്തിരുന്നു. പക്ഷേ നമ്മൾ കോഴിക്കോട് എത്തുന്നത് വരെ എക്സ്ചേഞ്ച് ചെയ്ത് കളിക്കുകയായിരുന്നു ഗൈസ്. വേറെയുള്ളവരുടെ സീറ്റിൽ നമ്മളിരിക്കും, നമ്മുടെ സീറ്റിൽ വേറെയുള്ളവരിയ്ക്കും. വീണ്ടും തിരിച്ച് സത്യം പറഞ്ഞാൽ മടുത്തു. അപ്പോൾ ഈ കാണുന്നത് നമ്മുടെ കൊച്ചിയിലെ കുറച്ച് വ്യൂസാണ്. കണ്ടപ്പോൾ നല്ല രസമായതുകൊണ്ട് എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇത് എൻ്റെ പ്രഹസനമാണ്. അല്ലെങ്കിലും വിൻഡോ സീറ്റ് കിട്ടുമ്പോൾ ആരാണ് പ്രഹസനം കാണിക്കാത്തത്? അപ്പോൾ ഭാരതപ്പുഴയാണ് നിങ്ങൾ. അപ്പോൾ നല്ലൊരു വ്യൂ ആണ് ഗൈസ് ഈ ഒരു ഭാരതപ്പുഴയുടേത്. ക്യാമറ അത്ര നല്ല ക്ലാരിറ്റി ഇല്ലാത്തതുകൊണ്ട് തന്നെ വലിയ രസമായിട്ട് ഇതിനകത്ത് കാണുന്നില്ല. പക്ഷേ അടിപൊളി വ്യൂ ആണ്.
അപ്പോൾ നമ്മൾ റിസർവ് ചെയ്യുന്നതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരുമിച്ചിരുന്ന് പോകാം, ഒരു എൻജോയ്മെൻറ്റിൽ പോകാം എന്നുള്ളതിലായിരുന്നു. പക്ഷെ നമുക്ക് ആ ഒരു എൻജോയ്മെൻറ്റ് ഇല്ലായിരുന്നു. കാരണം നമ്മൾ വിചാരിച്ച കണക്കെ ആയിരുന്നില്ല സീറ്റിംഗ് ഒന്നും. അതുകൊണ്ട് തന്നെ നമ്മളൊരു എന്താ പറയുക, മടുപ്പല്ല എന്ന മടുപ്പായിട്ടുള്ള രീതിയിലാണ് പോയത്. പിന്നെ പോകാനുള്ള ആ ഒരു എക്സൈറ്റ്മെൻറ്റിലും തലശ്ശേരി കാണാനുള്ള എക്സൈറ്റ്മെൻറ്റിലും നമ്മളെല്ലാവരും ഉള്ളതുകൊണ്ട് തന്നെ അത് എന്താ പറയുക ടച്ചപ്പായി പോയി. അപ്പം നോക്കിയേ ട്രാക്ക് കണ്ടു, നല്ല നല്ല ഭംഗിയില്ലേ? ഇത് കണ്ടപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാൻ തോന്നി, ഞാൻ വീഡിയോ എടുത്താണ്. എന്തോ നമ്മുടെ നാട് വെച്ച് നോക്കുമ്പോൾ പ്രത്യേക ഒരു ഭംഗിയുണ്ട് ഇവിടുത്തെ ട്രാക്കിനായാലും ഇവിടുത്തെ ആ ഒരു സീനറിക്കായാലും അത്യാവശ്യം നല്ല ഭംഗിയാണ് ഗൈസ്. അപ്പം നമ്മൾ ഫൈനലി തലശ്ശേരിയിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ട്രിപ്പ് വന്നിരിക്കുന്നത് എവിടെയാണ്? കണ്ണൂർ തലശ്ശേരിയിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. അതാണ് നമ്മുടെ സ്വന്തം നവ്വീച്ചയുടെ നാട് തലശ്ശേരി. അപ്പോൾ നമ്മൾ നവ്വീച്ചിനെ അടിപൊളിയാണ് തലശ്ശേരി റെയിൽവേ സ്റ്റേഷൻ. അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് നവീച്ചി വരാൻ വേണ്ടിയിട്ട്. എടാ അങ്ങോട്ട് നവീച്ചി, നാളെ എന്താ പരിപാടി? നാളെ കല്യാണം, എന്റെ ചേട്ടന്റെ കല്യാണം. ഗൈസ് അങ്ങനെ ഞങ്ങൾ ഇവിടെ നിന്ന് എനക്കൊന്നും കൊണ്ടുപോകുന്നില്ല കുറച്ച് കഴിയുമ്പോ ബംഗാളിയാവും. ഇപ്പൊ ബംഗാളിയായിട്ട് കുറച്ച് ഭയങ്കരമാണ്. എല്ലാരും ബിച്ച് കിട്ടാനൊന്നും ഞാൻ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് നേരെ തിരിക്കുകയാണ് നവീഷിയുടെ വീട്ടിലോട്ട്. അപ്പോൾ നവീഷ് നമ്മളെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടൊരു ട്രാവലറൊക്കെ ആയിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ ഇതാണ് ആ ട്രാവലർ. ഇതിൽ കയറി നമ്മൾ നേരെ നവീഷിയുടെ വീട്ടിലോട്ടാണ് പോകുന്നത്. നമ്മൾ ഫുഡൊന്നും കഴിച്ചിട്ടില്ല, നല്ല ടയർഡാണ്. അപ്പോൾ നവീഷ് ശമ്പൂണ് 1 2 എന്ന് പറഞ്ഞിക്കൊണ്ട് നിന്നാണ് ഓരോരുത്തരെ കയറ്റി വിട്ടത്. അപ്പോൾ ഇനി തലശ്ശേരിയിലെ വിശേഷങ്ങളായിട്ട് നമുക്ക് അടുത്ത വ്ളോഗിൽ കാണാം. അടുത്തത് സൽക്കാരം വ്ളോഗായിരിക്കും. സ്റ്റേ ട്യൂൺഡ്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ, സബ്സ്ക്രൈബ് ചെയ്തോളൂ. ബൈ ബൈ.